ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ? നമ്മുടെ പാലാ ബൈപ്പാസിലാണ് കേട്ടോ. ഇത് പാലാ ബൈപ്പാസ് റോഡാണ്. അപ്പോൾ നമ്മളെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ബിറ്റ്വീൻ റോക്സ് എന്ന് പറയുന്നത്, അതായത് ഒരു പാറ പൊട്ടിച്ചിട്ട് അതിൻ്റെ നടുക്കൂടെയുള്ളൊരു വഴിയാണ്. അത് കുറേ വൈറലൊക്കെ ആയതാണ്. നമ്മുടെ ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ ചാനലിനകത്ത് അതിൻ്റെ വാർത്തകളും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അത്യാവശ്യം വൈറലായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ബിറ്റ്വീൻ റോക്സ് എന്നാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് ഈ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നോക്കിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് വഴിയൊന്നും അറിയത്തില്ല, ഈ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അത് കാണാൻ വേണ്ടി പോവാണ്. ഈ പാല ബൈപ്പാസ് റോഡ് ഇപ്പോഴും റോഡാണ് കേട്ടോ. ഇങ്ങനെ കയറ്റം കയറി വീണ്ടും ഇറങ്ങി നല്ല ഒരു അടിപൊളിയാണ്. അപ്പോൾ കയറ്റം കയറിയിട്ട് അങ്ങ് ലാസ്റ്റ് ഒരു ഇറക്കമുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് വലിയ കുഴിക്ക് അതുകൊണ്ട് ഇറങ്ങി പോകുന്ന പോലെ തോന്നും. പെട്ടെന്ന് കയറ്റം കയറി അങ്ങോട്ട് ചെന്നിട്ട് നേരെ താഴോട്ട് വലിയൊരു കുഴിക്ക് അതുകൊണ്ട് പോകുന്ന പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ. ഇതിലെ വന്നിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മളിത് പാലാ ബൈപ്പാസ് റോഡാണ്. അപ്പോൾ വഴിയൊക്കെ സൂക്ഷിച്ച് നോക്കിക്കോണം. പിന്നെ വഴി പറഞ്ഞു തന്നില്ല, ഏത് സ്ഥലമാണെന്ന് പറഞ്ഞില്ലെന്ന് പറയരുത്. ചിലപ്പോൾ ഒക്കെ വിട്ടു പോകുന്നത് കേട്ടോ. ഒട്ടടിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ചിലപ്പോൾ പറയാൻ മറന്നു പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ പാലാ ബൈപ്പാസ് റോഡ്. നോക്കി ഇറക്കം കണ്ടോ, വഴി അങ്ങ് നീണ്ടു നിവർന്ന് അങ്ങ് ദൂരേക്ക് കിടക്കുന്ന കണ്ടോ, അടിപൊളിയില്ലേ? അപ്പോൾ അതേടെ ഇവിടെ നിന്നും തിരിയണ്ട, നേരെ അങ്ങ് പോട്ടെ. നമുക്ക് തൊടുപുഴ പോകുന്ന റൂട്ടിലാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ നേരെ ബൈപ്പാസ് ചെന്നിറങ്ങുന്നിടത്തുനിന്ന് ലെഫ്റ്റിലേക്ക് നേരെ അങ്ങ് പോയാൽ മതി. അടിപൊളി റോഡാണ്. എന്തായാലും നല്ല റോഡുകളാണ് കേട്ടോ ഇവിടത്തേക്ക്. മഴ ചാറുന്നുണ്ട് ഗൈസ്. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റെയിൻ കോട്ടൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് വീട്ടുകാർ പറഞ്ഞു റെയിൻ കോട്ട് ഇട്ട് പോകാൻ. അപ്പോൾ ഞാനത് കേട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴയും പെയ്തു. ഞാൻ പിന്നെ കോട്ടെടുത്തിട്ട് ഗൈസ്. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. എന്നാലും ഈ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നൊരു ഫീല് ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മൾ കാറിനകത്തേക്ക് ഇരുന്ന് പോകുന്ന പോലെ തന്നെ ഒരു ഇതാണ്. കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ മഴയും നമ്മൾ മഴയും നനയുന്നില്ലല്ലോ. ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഈ മഴയത്ത് ഇങ്ങനെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ. അത് ഓടിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ഇങ്ങനെ ഈ ബൈപ്പാസ് റോഡ് വന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്ന കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് ചോദിക്കാം, നമ്മളിവിടുന്ന് നേരെയുള്ള വഴിയാണ് പോകേണ്ടത്. നേരെ ഒരു വഴിയുണ്ട്. ചേട്ടാ ഇവിടെ നമുക്ക് താണ്ട ആ വണ്ടി പോകുന്നത് കണ്ടത് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നല്ല റോഡൊക്കെയാണ്, ഒട്ടടിച്ച് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ബിറ്റ്വീൻ റോക്സിലേക്കാണ് പോകുന്നത്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയൊക്കെ ആയിരിക്കും. മഴയും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര രസമൊക്കെ ആയിരിക്കും. വിട്ടുപോയേക്കാം. നോക്കിയാൽ നല്ല രസമില്ലേ വഴി, അടിപൊളിയില്ലേ? ഇനി എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ഇട ദിവസമാണ്, എന്നാലും വർക്കിംഗ് ഡേ ആണ്. പക്ഷേ വഴിക്കൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. അതെന്നാ പറ്റിയതാണെന്ന് എനിക്കറിയാം. നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോയിട്ട് വണ്ടി തിരക്കേ ഇല്ലായിരുന്നു. അത് അപേക്ഷിച്ച് ഇവിടെ വന്നപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടേ ഈ റൗണ്ടാനയ്ക്ക് ചുറ്റും കറങ്ങിപ്പോകരുത്. നമ്മൾ ഒന്നും മൈൻഡ് ചെയ്യണേ വേണ്ട. ഈ റോഡൊന്നും തിരികെ വേണ്ട, വിട്ടങ്ങ് പോയാൽ മതി. നമ്മൾ നേരെ വിട്ടടിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് റൂട്ട് മാപ്പ് കാണിക്കുന്ന, അതായത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും അത് നോക്കി അങ്ങ് പോവാം. എനിക്ക് ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ വെച്ച് പോകുന്ന എനിക്ക് എന്തോ ഒരു ഇതാണ്. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഈ ഫ്രണ്ടിൽ ഈ ഹാൻഡിലിനകത്ത് നമുക്ക് മൊബൈൽ ഹോൾഡറൊക്കെ പിടിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ലൊക്കേഷൻ ഒന്നും വെച്ച് ഗൂഗിൾ മാപ്പ് നോക്കിയല്ലേ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനത് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ വഴി കണ്ടുപിടിച്ച് പോകുന്നതാണ് ഇഷ്ടം. അത് വേറൊരു രസമാണ് കേട്ടോ. ഏകദേശം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിനെപ്പറ്റിയെല്ലാം നോക്കി, റൂട്ടൊക്കെ നോക്കി, ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ എല്ലാം റൂട്ടൊക്കെ നോക്കി, എവിടേക്കാണ്, എന്തൊക്കെയാണ്, ഇതിലാണ് വഴികൾ, ഏതൊക്കെയാണ് വഴികൾ എന്നൊക്കെ ഉള്ളത് ഫുള്ള് ഒന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യും. ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ടാണ് ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും ഒരു രൂപമൊക്കെ കിട്ടുക. ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കി വിട്ടിങ്ങി പോരും. എന്നിട്ട് ഏകദേശം അതിൻ്റെ അടുത്തെത്തി എന്നൊക്കെ നമുക്ക് തന്നെ തോന്നുമില്ല. ഇതിൻ്റെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് നോക്കും. വണ്ടിയോട് നിർത്തിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പിന്നെ ആ വഴികളൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ, അതിലെ പിന്നെയും പോകും. അത് കാരണം ഞാനിങ്ങനെ ഇത് വെച്ചിട്ടില്ല.
ഗൂഗിൾ മാപ്പ്. നമുക്ക് ഇതേണ്ട ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഐങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മൾ തിരിഞ്ഞ് പോരണ്ടേ. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോരുക, നേരെ അങ്ങോട്ട് പോവുക. ഈ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൂഗിൾ മാപ്പ് ഒരു ലെഫ്റ്റിലേക്കാണ് കാണിച്ചത് വഴി. അങ്ങനെ ഇതിലേക്കൂടെ പോയി നോക്കാം. അടിപൊളി വഴികളൊക്കെയാണ് കേട്ടോ. നല്ല പച്ചപ്പാണേ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് പച്ച എല്ലാം കൂടി വന്ന് ഈ മരങ്ങളും ചെടികളെല്ലാം കൂടി വളർന്ന് നല്ല രസമുണ്ട്. നല്ല തണുപ്പും നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണേ. ഇരുവശത്തും ഭയങ്കര രസമുള്ള മരങ്ങളും നല്ല തിങ്ങി വളരുന്ന ചെടികളും ഒക്കെയാണ്. ഭയങ്കര ഭംഗിയായി വഴി പോകാനായിട്ട് കേട്ടോ. നോക്കിയേ, അവിടെ ഒരു വീടൊക്കെ പൊളിച്ച് കളഞ്ഞേക്കുന്ന ആ കാടിനകത്ത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. റബ്ബർ തോട്ടങ്ങളാണേ. ഇത് നോക്കിയ ഒരു ഷാപ്പ് കണ്ടോ, ഷാപ്പ് അടിപൊളി. ഭയങ്കര രസമായിരിക്കും അവിടുന്ന് ചായ കുടിക്കുക. അവിടുന്ന് കള്ളു കുടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വഴി തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഗൈസ്. നമ്മളിവിടെ അത്യാവശ്യം ഇങ്ങനെ കുറേ ദൂരം വന്ന് കേട്ടോ. ഈ വീട് നല്ല പരിചയമുണ്ടല്ലോ. ഇത് മറ്റേ CIAക്കകത്ത് വീടല്ലേ, CIA? അതെ, അതെന്തായാലും കൊള്ളാം കേട്ടോ. CIAക്കകത്ത് വീടാണ് കേട്ടോ അത്, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ. അപ്പം നമ്മൾ വീണ്ടും വഴി തെറ്റി ഗൈസ്. നമ്മൾ തിരിച്ചെന്തായാലും പോവാണ്, തിരിച്ച് മെയിൻ റോഡിൽ ചെല്ലണം വീണ്ടും. അപ്പോൾ എന്തായാലും വഴി തെറ്റിയാൽ എന്നാ, നമുക്ക് CIAക്കകത്ത് വീട് കാണാൻ പറ്റി. വേണ്ടേ, ഇതാണ് നമ്മുടെ CIAക്കകത്ത് വീട്, ദുൽഖർ സൽമാൻ്റെ വീട്. നല്ല ലൊക്കേഷനാണ് കേട്ടോ, അത് അടിപൊളിയാണേ. ഈ ഒരു അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ വലിയ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ കുറേ വീടുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ടേ വീണ്ടും മെയിൻ റോഡിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആ റോഡ് തിരിഞ്ഞ് പോകരുതേ, ആ വഴിയല്ല. അപ്പോൾ നേരെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക കേട്ടോ. മുന്നോട്ട് പോവുക, തൊടുപുഴയ്ക്ക് പോകുന്ന വഴി തന്നെ വിട്ട് പോവുക. ആ വഴി ഇപ്പം ഞാൻ തിരിഞ്ഞ വഴി തിരികെ ചെയ്യരുത് കേട്ടോ, വഴി സൂക്ഷിച്ചോണം. അതുകൊണ്ട് ഈ വഴിയാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത്. നമുക്ക് ഈ വഴി വേണം തിരിഞ്ഞ് പോകാൻ. ഈ വഴിയുടെ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? എന്തായാലും ഈ സ്ഥലം നിങ്ങൾ നോക്കി വെച്ചോ. ഇവിടുന്നാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ വഴി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും വഴി തെറ്റി ഗൈസ്. ഞാൻ വീണ്ടും ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വഴി തെറ്റിയിരിക്കുകയാണ്. തിരിച്ച് പോവുക, തിരിച്ച് പോയിട്ട് റൈറ്റിലേക്ക് ഒരു വഴി കയറി വേണം പോകാനായിട്ട് കേട്ടോ. അതിലെയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് മിക്കപ്പോഴും പണി തരും. മുമ്പേ വഴി തെറ്റിച്ചിട്ടില്ലേ, ഇത് ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. ഗൂഗിൾ മാപ്പ് മിക്കപ്പോഴും നമുക്കിട്ട് പണി തരും. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ അധികം വിശ്വസിക്കരുത്. ചിലപ്പം ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ, പക്ഷേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കി കളയും. ഇതുണ്ടോ, ഏതായാലും ലൊക്കേഷൻ കാണിക്കുന്ന വഴി കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേസ്. ബിറ്റ്വീൻ റോക്സ് എന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ അത് നോക്കിയാണ് പോകുന്നത്. എന്തായാലും വഴിയുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയാവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. വളരെ ചെറിയ വഴിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാടിനകത്തോടെ കയറി പോകുന്ന പോലെ പോവുകയാണ് കേട്ടോ. വരണ്ടറ മുറ്റത്തൂടെയൊക്കെയാണ് പോകുന്നത്. നോക്കി അവിടെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ ആശ്ചര്യമായിട്ട് നോക്കുന്നു കേട്ടോ. ഏതാടാ ഇതിലെ കൂടെ ബൈക്കിൽ കുളിച്ചുകൊണ്ട് വരുന്നതൊക്കെ നോക്കി. വല്ല വീടിൻ്റെ അടുക്കള മുറ്റത്തോട്ടൊക്കെ ആയിരിക്കും ചെന്ന് കയറുന്നത് എൻ്റെ പൊന്നെ. അയ്യോ, വഴിയുടെ അവസ്ഥയൊക്കെ അയ്യോ, പണി തെറ്റി കേട്ടോ. അല്ല, പണി കിട്ടി കേട്ടോ. നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് മൊത്തം പോയി കിടക്കുന്ന വഴികളാണ് ഗേസ്. നിങ്ങൾ എനിക്ക് തോന്നുന്നത് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ. മൊത്തം വഴി പോയി കിടക്കുകയാണ്. ഇതിന് ഇവിടം വരെ ഉള്ളെന്നാണ് തോന്നുന്നത്. ഈ വഴിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഓ, വീണ്ടും വഴി തെറ്റി. ഇവിടെയാണ് മുടിഞ്ഞ പട്ടികൾ കിടന്ന് പോരക്കിയത്. ആറ് പട്ടിയാണ്, ഈ വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വഴി തെറ്റി ഗൈസ്. നമ്മൾ വീണ്ടും തിരിച്ച് മെയിൻ റോഡിലോട്ട് വരുവാണ് കേട്ടോ. നിങ്ങൾ ഈ വഴിയും കയറി പോരരുത്, അതല്ല വഴി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലെഫ്റ്റിലേക്ക് കയറിയാണല്ലോ പോകുന്നത്. ആ വഴിയും കയറരുത്, നേരെ ആ മെയിൻ റോഡിൽ നമ്മൾ രണ്ടാമത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ വഴി നേരെ എങ്കിൽ പോരുക. നേരെ എങ്കിൽ പോന്നിട്ട് ഇവിടെയൊക്കെ അടിപൊളി ഷൂട്ട് ചെയ്യാൻ പറ്റിയ, സിനിമയ്ക്ക് പറ്റിയ വീടുകളുണ്ട് കേട്ടോ. അടിപൊളി വീടുകളുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ അവിടെ നേരെ ഇങ്ങ് പോരുക. നേരെ ഇങ്ങോട്ട് കുറേ ദൂരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതേണ്ട ഈ ഒരു ഭാഗം നോക്കിയാൽ മതി. ഈ ഒരു വഴി നോക്കിയാൽ മതി. ഇത് കണ്ടോ, കയറ്റം കയറിപ്പോകുന്നൊരു വഴി. അപ്പോൾ ഈ ഒരു വഴി നോക്കി നിങ്ങൾ പോരുക. ഇത് നേരെ അങ്ങോട്ടേക്കാണ് കിടക്കുന്നത് കേട്ടോ. ഒരു ഇന്നോവയും ഒരു ബലേനയും പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ഓ, ഭയങ്കര ആളായിരിക്കും അവിടെ ചെന്നാലും.
ഭയങ്കര ആളായിരിക്കും ഗേയ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഭയങ്കര കയറ്റമാണ്, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം എന്തായാലും നമുക്ക് അതേ പാറയൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗേയ്സ്. നമ്മളിത് പാറയൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. പാറ പൊട്ടിച്ച വഴിയുടെ ഇടയിലേക്ക് നമ്മൾ കയറി ഗേയ്സ്. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ അല്ല കേട്ടോ, മുന്നോട്ട് വീണ്ടും പോവാം. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് ഈ ആൾക്കൂട്ടവും ആൾത്തിരക്കും ബഹളങ്ങളും എനിക്കിഷ്ടമല്ല. അങ്ങനെ നമ്മൾ ബിറ്റ്വീൻ റോക്സിൽ വന്നിട്ടുണ്ട്. വണ്ടി തിരക്കുകളൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വഴി തെറ്റി പോയെന്ന് പറഞ്ഞാലും നമ്മൾ എത്തിയിരിക്കുകയാണ് അവസാനം. ഈ സ്ഥലം അങ്ങനെ ഉണ്ട്, നോക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ഥലം കേട്ടോ. അതായത് എന്നാ പറയുന്നത്, വൈറൽ സ്ഥലം, വൈറൽ വഴി. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ പൊട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വഴി ഇതാണ് ഗെയ്സ്. നോക്കി, എന്നാ ഗംഭീര വ്യൂ അല്ലേ, അടിപൊളിയല്ലേ. എൻ്റെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിക്കിടക്കുകയാണ് ഗെയ്സ്. അതൊന്ന് ശരിയാക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. എപ്പോഴും ഇതിങ്ങനെ കാണുമ്പോഴേ ഓർക്കത്തുള്ളൂ, വീട്ടിലിരിക്കുമ്പോൾ അത് ഓർക്കത്തുമില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് കണ്ടോ, മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പാണ്. ഇതിൻ്റെ നടുക്ക് നിൽക്കാൻ, ഈ വഴിക്ക് നടുക്ക് നിൽക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. എന്തായാലും അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വണ്ടി ഇരിക്കുന്ന വഴി. ഇതിൻ്റെ പൊക്കം കണ്ടോ, ഈ വണ്ടിയുടെ വലിപ്പവും അതിൻ്റെ പൊക്കവും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഈ പൊക്കത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇന്നോവയും അതിൻ്റെ പൊക്കം നോക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ബിറ്റ്വീൻ റോക്സ് എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ പെട്ടെന്ന് പോരെ, അടിപൊളി സ്ഥലമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇതുപോലൊരു സ്ഥലമില്ലല്ലോ. ഇതിൻ്റെ പൊക്കം നോക്കി, ഭയങ്കര പൊക്കമാണ് കേട്ടോ, നല്ല പൊക്കമുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബിറ്റ്വീൻ റോക്സിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.